സൊറോക്ക ആശുപത്രിയിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുപറ്റി. ഇറാന്റേത് യുദ്ധക്കുറ്റമാണെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ്. അപ്പൊ യുദ്ധക്കുറ്റം എന്താന്നൊക്കെ ഓർമ്മയുണ്ട്. യുദ്ധക്കുറ്റം എന്താന്ന് അറിഞ്ഞിട്ടാണ് ഈ ഫലസ്തീനിൽ ഇത്രയും കാലം ഈ ഹോസ്പിറ്റൽ തകർത്തുകൊണ്ടിരുന്നത്. ഗസയിലെ ഇസ്രായേലിന്റെ പുതിയ ഉപരോധത്തിൽ പട്ടിണി കാരണം 326 പേർ കൊല്ലപ്പെട്ടു. 300-ലധികം ആൾക്കാർ പട്ടിണി കിടന്നിട്ട് മരിച്ചിട്ടുണ്ട്. ഭക്ഷണം തടയുന്നത് യുദ്ധക്കുറ്റാണോ? മാധ്യമപ്രവർത്തകരെ കൊല്ലുന്ന യുദ്ധക്കുറ്റാണോ? ഇസ്രായേൽ സൈന്യം 200ഓളം പത്രപ്രവർത്തകരെ കൊലപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജീവകാരുണ്യ പ്രവർത്തകരെ കൊല്ലുന്ന യുദ്ധക്കുറ്റാണോ? എത്ര യുദ്ധക്കുറ്റാണ് എണ്ണേണ്ടത്? ഏത് യുദ്ധത്തിലാണ് ഭക്ഷണം തടയാൻ ആരാണ് അധികാരം കൊടുത്തത്? ആർക്കാ തടയാൻ കഴിയുക? ലോകത്ത് ഏറ്റവും വലിയ യുദ്ധക്കുറ്റല്ലേ അത്? ഭക്ഷണം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ യുദ്ധക്കുറ്റുണ്ടോ? എത്ര ഹോസ്പിറ്റലാണ് തകർത്തത്? എത്ര ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ എങ്ങനെ ബാക്കിയുണ്ട്? അവിടെ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത രീതിയിൽ തകർത്ത്, ക്യാൻസർ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ പോലും തകർത്ത് കളഞ്ഞില്ലേ? എത്ര മാധ്യമ പ്രവർത്തകരെ കൊന്നത്? എത്ര സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല? യുദ്ധ കുറ്റങ്ങൾ കുറെ ഉണ്ട്. ഒരുപാട് കരാറുകൾ ലോകത്ത് നിലവിലുള്ള കുറെ നിയമങ്ങളുണ്ട്. അതൊക്കെ ഫലസ്തീനിൽ ഗസയിലും നിഷേധിക്കപ്പെടുകയും അത് ലംഘിക്കപ്പെടുകയും പരസ്യമായിട്ട് ലംഘിക്കപ്പെടുകയും വെല്ലുവിളിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അപ്പൊ അന്നൊന്നും ഓർമ്മയില്ലേ യുദ്ധക്കുറ്റം എന്താന്നുള്ളത്? ഇപ്പോഴാണ് മനസ്സിലായത് യുദ്ധക്കുറ്റം എന്താന്നുള്ളത് അല്ലേ? അപ്പൊ യുദ്ധക്കുറ്റങ്ങൾ എണ്ണാൻ നിൽക്കുകയാണെങ്കിൽ ഇന്നൊന്നും തീരൂല ചെയ്ത് കൂട്ടിയ യുദ്ധക്കുറ്റങ്ങൾ. ഹോസ്പിറ്റൽ ആരും തകർക്കാൻ പാടില്ല. വൺ സൈഡ് അല്ല, അത് അങ്ങോട്ടൊന്നും ഹോസ്പിറ്റൽ തകർക്കാൻ പാടില്ല. ഹോസ്പിറ്റൽ തകർക്കാന്നുള്ളത് ഇസ്രായേലിൽ ചെയ്താലും ഇറാൻ ചെയ്താലും അതല്ലെങ്കിൽ പലസ്തീനിൽ ചെയ്താലും ആര് ചെയ്താലും അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്. ചെയ്യാൻ പാടില്ല. അത് ഇങ്ങോട്ട് മാത്രമല്ല യുദ്ധക്കുറ്റം, അത് അങ്ങോട്ട് ചെയ്താലും അത് യുദ്ധക്കുറ്റം തന്നെയാണ്.